നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇനി അങ്ങോട്ട് ഓണക്കാലമാണ്. കേരളത്തെ സംബന്ധിച്ച് വി.ഡി. സതീശൻ സർക്കാർ അധികാരത്തിലേറിയ ആദ്യ ഓണമാണ്. അമിതമായിട്ടുള്ള ദൂർത്ത് വി.ഡി. സതീശൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്നിരുന്നാലും സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് പ്രതിസന്ധികൾ സർക്കാരിന് മുൻപിലുണ്ട്. ഈ ഒരു സമയത്താണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഒരു ആശ്വാസം എന്ന നിലയിൽ ഇപ്പോൾ സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനും വികസന പ്രവർത്തനങ്ങൾക്ക് വേഗത കൂട്ടാനുമായി വൻ തുക അധിക നികുതി വിഹിതമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. വിവിധ സംസ്ഥാനങ്ങൾക്കായി മൊത്തം 1,09,019 കോടി രൂപയാണ് കേന്ദ്ര ധനമന്ത്രാലയം ഇന്നലെ അനുവദിച്ചത്. മൂലധന വികസന ചെലവുകൾ ഊർജിതപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്രത്തിന്റെ ഈ നിർണായക നടപടി. ഇതിൽ കേരളത്തിനാകെ 2,597 കോടി രൂപയാണ് അധിക നികുതി വിഹിത ഇനത്തിൽ അനുവദിച്ചിരിക്കുന്നത്. ഓണക്കാലം അടുത്തെത്തി നിൽക്കെ സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നുപോകുന്ന കേരളത്തിന് കേന്ദ്രത്തിന്റെ ഈ പ്രഖ്യാപനം വലിയ തരത്തിൽ ആശ്വാസകരമാകും. വിപണി ഇടപെടലുകൾക്കും ക്ഷേമ പദ്ധതികൾക്കും തുക പ്രയോജനപ്പെടുത്താൻ സംസ്ഥാനത്തിന് സാധിക്കും. ഓഗസ്റ്റ് 10 പതിവായി സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിമാസ നികുതി വിഹിതത്തിന് പുറമെയാണ് ഈ തുക അധികമായി അനുവദിച്ചിട്ടുള്ളതെന്നും കേന്ദ്ര ധനമന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത മാസത്തെ പതിവ് വിഹിതവും സംസ്ഥാനത്തിന് തടസ്സമില്ലാതെ ലഭിക്കും. കേന്ദ്രം പ്രഖ്യാപിച്ച അധിക നികുതി വിഹിതത്തിൽ ഏറ്റവും കൂടുതൽ തുക അനുവദിച്ചത് ഉത്തർപ്രദേശിനാണ്. വിഹിതമായ 19,208 കോടി രൂപയാണ് ഉത്തർപ്രദേശിന് ലഭിച്ചത്. പട്ടികയിൽ 1-ാം സ്ഥാനത്താണ് UP എങ്കിൽ 2-ാം സ്ഥാനത്ത് ബീഹാറാണ്. 10,845 കോടി രൂപയാണ് ബീഹാറിനായി കേന്ദ്രം മാറ്റിവെച്ചത്. കേരളത്തിന്റെ അയൽ സംസ്ഥാനങ്ങളുടെ വിഹിതം പരിശോധിച്ചാൽ തമിഴ്നാടിന് 4,466 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തമിഴ്നാടിനാണ് കൂടുതൽ തുക ലഭിച്ചത്. കർണാടകയ്ക്ക് 4,504 കോടിയും ആന്ധ്രാപ്രദേശിന് 4,597 കോടി രൂപയും ലഭിച്ചു. മറ്റ് അയൽപ്പക്ക സംസ്ഥാനമായ തെലങ്കാനയ്ക്ക് 2,370 കോടിയാണ് കേന്ദ്രം നികുതി വിഹിതമായി അനുവദിച്ചത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിലും ജനസംഖ്യയും സാമ്പത്തിക ഫോർമുലയും അടിസ്ഥാനമാക്കിയാണ് വിഹിതം നിശ്ചയിച്ചിട്ടുള്ളത്. സംസ്ഥാനങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനം, റോഡ്, പാല നിർമ്മാണങ്ങൾ, മറ്റു മൂലധന ചെലവുകൾ എന്നിവ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ധനസഹായം ഉപകരിക്കുമെന്ന് കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. ആഘോഷ സീസണുകളിൽ സംസ്ഥാനങ്ങൾ നേരിടുന്ന അധിക സാമ്പത്തിക ബാധ്യതകൾ കുറയ്ക്കുക എന്ന ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഓണം പ്രമാണിച്ച് ക്ഷേമ പെൻഷനുകൾ നൽകാനും സർക്കാർ ജീവനക്കാരുടെ ബോണസും അഡ്വാൻസും വിതരണം ചെയ്യാനും വലിയ തുക ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഓഗസ്റ്റിൽ ലഭിക്കുന്ന ഈ അധിക വിഹിതം സംസ്ഥാന ധനവകുപ്പിന്റെ സമ്മർദ്ദം ഗണ്യമായി കുറയ്ക്കും. വിവിധ സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക വളർച്ച ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി കേന്ദ്ര നികുതിയിൽ നിന്നുള്ള സംസ്ഥാനങ്ങളുടെ അർഹമായ ഓഹരി മുൻകൂട്ടി നൽകുന്ന രീതിയാണ് കേന്ദ്ര ധനമന്ത്രാലയം സ്വീകരിച്ചിരിക്കുന്നത്. സമയബന്ധിതമായി തുക അനുവദിക്കുന്നത് വഴി പദ്ധതി നിർവഹണത്തിലെ താമസം ഒഴിവാക്കാൻ കഴിയും. അതേസമയം രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങൾക്കായി അനുവദിച്ച 1,09,019 കോടി രൂപയുടെ ഈ മുൻകൂർ വിഹിതം വരും ദിവസങ്ങളിൽ സംസ്ഥാന ട്രഷറികളിലേക്ക് എത്തും. സാമ്പത്തിക പ്രതിസന്ധി തുടരുന്ന ഘട്ടത്തിൽ കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ച ഈ തുക വലിയ പ്രതീക്ഷയോടെയാണ് സംസ്ഥാന ഭരണകൂടം കാണുന്നത്.